സാർ, വിദേശത്ത് നിന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയ്ക്ക് പണം ഒഴുകിയെത്തിയത് ഏതാണ്ട് 13,000-ഓളം അക്കൗണ്ടുകളിൽ നിന്നാണ്. അതിൽ തന്നെ 10,000 അക്കൗണ്ടുകൾ മലയാളികളുടേതാണ്. ഇപ്പോൾ ഇവരുടെ പിന്നാലെ EDയും NIA ഒക്കെ ഉണ്ടെന്നുള്ളതുകൊണ്ട് ഇവർ അവധിക്കാലത്ത് പോലും കേരളത്തിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല. എന്തായിരിക്കും സംഭവിക്കുക? ഗൾഫിലാണ് പ്രധാനമായിട്ടും. പിന്നെയുള്ളൊരു സ്ഥലം സിംഗപ്പൂരാണ്. ബാക്കിയൊക്കെ ഗൾഫ് രാജ്യങ്ങളാണ്. ഇവർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ അറസ്റ്റ് ചെയ്യും എന്ന് തോന്നലുള്ളത് കൊണ്ട് ഇവരാരും ഗൾഫിൽ നിന്ന് അവധിക്ക് വരുന്നില്ല. അതായത് 13,000 പേര് വിദേശത്ത് നിന്ന് പണം അയച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക്, PFI. അതിൽ 10,000 പേര് മലയാളികൾ. അവരെ പറ്റിയിട്ടുള്ള വിവരമൊക്കെ EDക്ക് കിട്ടി. ED അത് NIAക്ക് കൊടുത്തു. അപ്പോൾ അവർക്ക് ഈ 10,000 പേർ ഇന്ത്യയിലേക്ക് മടങ്ങുന്നില്ല, ഗൾഫിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് നമുക്ക് പറയാം. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2020 ഡിസംബറിൽ ഈ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിദ്യാർത്ഥി സംഘടനയുടെ ജനറൽ സെക്രട്ടറി K. റൌഫ് ഷെറീഫിനെ അറസ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് അതിൻ്റെ നിരോധനത്തിലേക്കൊക്കെ പോകുന്നത്. പിന്നെ മോദിക്കെതിരെ ഒരു വധശ്രമം പാട്നയിൽ വെച്ച് നടന്നിരുന്നു. അതാണ് നിരോധനത്തിലേക്ക് എത്തിച്ചത് പോപ്പുലർ ഫ്രണ്ടിനെ. അപ്പോൾ 2022 ജൂലൈയിൽ മോദിക്കെതിരായ വധശ്രമം പരാജയപ്പെട്ടു. ഇയാളെ അറസ്റ്റ് ചെയ്തു, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. സിംഗപ്പൂരും 5 ഗൾഫ് രാജ്യങ്ങളും, അതാണ് EDയുടെ ഡോസിയറിലുള്ളത്, ED രേഖകളിൽ 13,000 അംഗങ്ങൾ. അവരിൽ നിന്ന് പണം ഹവാല വഴിയാണ് ഇവിടെ എത്തിക്കൊണ്ടിരുന്നത്. ഈ പണം ഹവാല വഴി ഇന്ത്യയിലേക്ക് ഈ 13,000 പേരിൽ നിന്ന് എത്തിയ പണം 29 ബാങ്ക് അക്കൗണ്ടുകളിലാണ് നിക്ഷേപിച്ചിരുന്നത്. അത് പോപ്പുലർ ഫണ്ടിൻ്റെ പല ട്രസ്റ്റുകളുണ്ടല്ലോ, ആ ട്രസ്റ്റുകളുടെയൊക്കെ അക്കൗണ്ടിലാണ് ഇത് നിക്ഷേപിച്ചിരുന്നത്. 26 ഭാരവാഹികളെ അറസ്റ്റ് ചെയ്തിരുന്നു പോപ്പുലർ ഫണ്ടിൻ്റെ, റൌഫ് ഉൾപ്പെടെ. സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടി. കേരളത്തിൽ ഈ കണ്ണൂരിൽ നാറാത്തിൽ ഒരു ക്യാമ്പ് മറ്റേ നടന്നതൊക്കെ കണ്ടുപിടിച്ചിരുന്നു. അവിടെയൊക്കെ റെയ്ഡൊക്കെ നടന്നിരുന്നു. നാറാത്തിൽ അവിടെ ബോംബ് സ്ഫോടകങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതെ, നാറാത്തിൽ. അപ്പോൾ അവിടെയും റെയ്ഡൊക്കെ നടന്നിരുന്നു. ഡൽഹിയിലെ കലാപം, അതിൽ പോപ്പുലർ ഫണ്ടിന് പങ്കുണ്ടായിരുന്നു. ഹത്രാസ്, അവിടുത്തെ അക്രമങ്ങളിൽ പങ്ക്. അങ്ങനെയാണല്ലോ സിദ്ദിഖാപ്പനൊക്കെ വരുന്നത്. പാട്നയിൽ റാലിയിൽ വെച്ച് മോദിയെ തീർക്കാം എന്നൊക്കെയാണ് പോപ്പുലർ ഫണ്ട് തീരുമാനിച്ചിരുന്നത്. ഇതൊക്കെ അറിയാമായിരുന്നു. 2020 അറസ്റ്റിലായവരിൽ ഈ റൌഫ് ഷെരീഫ് ജനറൽ സെക്രട്ടറി ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ, പിന്നെ ഖത്തറിലുള്ള ഷെഫീഖ് പയേത്ത്, പിന്നെ ഡൽഹിയിലെ PFIയുടെ പ്രസിഡന്റ് പർവേസ് അഹമ്മദ്, ഈ സിംഗപ്പൂരിൽ നിന്ന് ഹവാല വഴി പണം അയച്ചുകൊണ്ടിരുന്ന ഷാഹുൽ ഹമീദ്, ഇവരൊക്കെ ആ 2020 തന്നെ അറസ്റ്റിലായവരിൽ പെടുന്നുണ്ട്. 94 കോടി രൂപ വന്നതായിട്ടാണ് കണക്ക്. അത് 35 സ്വത്തുക്കൾ കണ്ടുകെട്ടി, PFIയുടെ ഓഫീസും അങ്ങനത്തെ ട്രസ്റ്റിൻ്റെ ഓഫീസും ഒക്കെ ആയിട്ട്. ഈ 57 കോടി രൂപയുടെ സ്വത്തുക്കളാ 35 സ്വത്തുക്കൾ കെട്ടിയപ്പോൾ അവയ്ക്ക് വില വരും. ഇനി ആ രാജ്യങ്ങൾ കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി, UAE, ഇവിടെയാണ് ഈ 10,000 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നത്. കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി, UAE 5. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ് അല്ലേ? അതെ, ആണ്, ഈ രാജ്യങ്ങളിലാണ്. അപ്പോൾ ഇപ്പോൾ NIAയും EDയും ചേർന്ന് ഈ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ച് ഇതൊക്കെ ആരുടെയാണ്, ഈ 10,000 പേര് ആരാണ് എന്നൊക്കെ നല്ല ധാരണയുണ്ട്. ഇത് കോടതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വിവരങ്ങൾ. ഈ ഹവാല വഴിയാണല്ലോ പണം അടച്ചിരിക്കുന്നത്. അപ്പോൾ പല പോപ്പുലർ ഫണ്ടിന് ഒരു ഭീകര സംഘടനയ്ക്ക് പണം കൊടുത്തു ഒന്ന്, പിന്നെ ഹവാല വഴിയാണ് പൈസ അടച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പ്രശ്നമാണ്. ED അവരുടെ NRI അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ NIAക്ക്
കൈമാറി. അപ്പോൾ ഇവരൊക്കെ പ്രതികളാണോ, 10,000 പേർക്ക് അവർ പ്രതികളാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പ്രതികളാകാം, ഇതിൽ അംഗങ്ങളുമായിരുന്നു. അപ്പോൾ ഹത്രാസ് കേസിലെ സിദ്ദിഖാപ്പനും റൌഫ് ഷെരീഫിനും മാത്രമല്ല അവരുടെ ഭാര്യമാർക്കും മറ്റേ പണം വന്നതായിട്ടാണ് കേസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ NIA ബീഹാറിലുള്ള പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ മുഹമ്മദ് സജ്ജാദ് ആലമിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ദുബായിൽ നിന്ന് ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ടുകളിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ അറസ്റ്റിലാകും എന്നുള്ളതിന് തെളിവായി അറസ്റ്റ് ചെയ്തു. അയാളുടെ അക്കൗണ്ടിൽ വലിയ തോതിൽ പണം വന്നിരുന്നു എന്ന് കണ്ടിട്ടുണ്ട്. NIA കോടതിയുടെ വാറണ്ട് ഉണ്ടായിരുന്നു അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട്. ആയുധ പരിശീലനം അയാൾക്ക് കിട്ടിയിരുന്നു നന്നായിട്ട്. ആ കേസിൽ, ബീഹാറിലെ കേസിൽ 18 പേര് പ്രതികളാണ്. പിന്നെ ഫുൽവാരി ഷെരീഫ് ഈ പോപ്പുലർ ഫ്രണ്ട് കേസിൽ ഇയാൾ പണം എത്തിച്ചിരുന്നു എന്നാണ് കണ്ടെത്തിയിരുന്നത്. അങ്ങനെയാണ് ഇയാൾ കേസിൽപ്പെടുന്നതും ഡൽഹി എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നതും. ആ പണം ഇയാൾക്ക്, ഈ പട്നയിൽ അറസ്റ്റിലായ ഇയാൾക്ക് കിട്ടിയത്, പട്നയിലല്ല ഡൽഹി എയർപോർട്ടിൽ അറസ്റ്റിലായ പട്നക്കാരൻ, അയാൾ ഫുൽവാരി ഷെരീഫ് പോപ്പുലർ ഫ്രണ്ട് കേസിലാണ് അറസ്റ്റിലായത്. അയാൾക്ക് പണം എത്തിച്ചത് UAE, കർണാടക, കേരള സിൻഡിക്കേറ്റ് വഴിയാണെന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കേരള സിൻഡിക്കേറ്റ് അതിലും വരുന്നുണ്ട്. 2047 ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെയാണ് ഇവർ ഈ ED ഡോസിയറിലൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ 10,000 പേരുടെ കഥ. അപ്പോൾ ഈ 10,000 പേരിലേക്ക് ഈ പണം എത്തിയല്ലോ, ഈ പണം എത്തിയതിൻ്റെ ഒരു സോഴ്സ് ഉണ്ടാവും. പിന്നെ ഈ പണം 10,000 പേര് ഗൾഫിലെ 5 രാജ്യങ്ങളിലുള്ളവർ. അതെ, സിംഗപ്പൂരിൽ നിന്നും ഹവാല റൂട്ട് ഇതിനുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇവർ നാട്ടിൽ വന്നില്ലെങ്കിൽ പോലും ഇവരുടെ ബന്ധുക്കൾ നാട്ടിലുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് EDയുടെ NIAയുടെ അന്വേഷണം അവരിലേക്ക് എത്തുകയും അവരെ അറസ്റ്റിലാകുന്നൊരു ഘട്ടം വന്നാൽ ഇവരെ നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റില്ലേ? ഒരു പക്ഷേ അവരെ ഈ 10,000 പേരെ നാട്ടിൽ എത്തിക്കാനോ? എത്തിക്കാൻ. അതായത് ഈ 10,000 പേരെ നാട്ടിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അവർ വലിയ സ്ഫോടന കേസിലോ ഒരു ഭീകര കേസിലോ ഒക്കെ പ്രതികളായിരിക്കണമല്ലോ. അങ്ങനത്തെ ആളുകളെയാണ് പുകച്ച് പുറത്ത് അടിച്ച് ഇങ്ങോട്ട് കൊണ്ടിരുന്നത്. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിൽ അംഗങ്ങളായിരുന്നു. 1. 2, ഇവർ ഹവാല റൂട്ട് വഴിയാണ് പൈസ അയച്ചിരിക്കുന്നത്. അതാണ്. അല്ലാതെ ഇവർ ഭീകര കേസുകളിൽ പ്രതികളായിട്ടില്ല. അല്ല സാറേ, ഈ പണം എവിടുന്നാന്നുള്ളതിൻ്റെ സോഴ്സ് കാണിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ പണം വന്നെങ്കിൽ തന്നെ നാട്ടിലെ അക്കൗണ്ടിലേക്കാണ് വരുന്നതെങ്കിൽ ഈ പണം ഉപയോഗിച്ച് ഒരു വസ്തു മേടിക്കുകയോ വീട് വാങ്ങുകയോ എന്തെങ്കിലും ചെയ്യണ്ടേ? അതിൻ്റെ സോഴ്സ് കാണിക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അവൻ്റെ അച്ഛനോ അമ്മയോ സഹോദരിയോ ഈ NIAയുടെ കസ്റ്റഡിയിലേക്ക് വരികയോ ചോദ്യം ചെയ്യപ്പെടുമോ? 10,000 പേര് വേണ്ട, കുറച്ച് പേരെങ്കിലും ഇതിലേക്ക് വന്നാൽ ഇവർ ഭയപ്പെടില്ലേ? അപ്പോൾ ഇവർക്ക് നാട്ടിലേക്ക് വരാൻ നിർബന്ധിതരാകത്തില്ലേ എന്നാണ് ചോദിച്ചത്. അതല്ല, ഇവർ നാട്ടിലേക്ക് വരാൻ പറ്റാതെ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്നത് തന്നെ ഒരു ശിക്ഷയായിട്ടല്ലേ കരുതേണ്ടത്? ഇവർക്ക് ഇവിടുത്തെ ഒരു കാര്യങ്ങളിലും പങ്കെടുക്കാൻ പറ്റുന്നില്ല, വീട്ടിലെത്താൻ പറ്റുന്നില്ല. അവിടെ തന്നെ ഇനി ഡിപ്ലോമാറ്റിക് ചാനലൊക്കെ വഴി ഇവർ ഈ ഭീകര സംഘടനകളിലൊക്കെ പെട്ട ആളുകളാണെന്നൊക്കെ അവിടെ അറിയിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവരെ പുറത്ത് ചാടിക്കാൻ പറ്റില്ലേ? പറ്റും. അല്ല, ഇവരതിനിപ്പം കുറച്ച് പേരെങ്കിലും ചെയ്യുന്നൊരു മാർഗം, നാട്ടിലുള്ള കുടുംബത്തെ ഇവർ തിരിച്ച് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് ഇവരൊരു ചെയ്യുന്നതിനകത്ത് മനസ്സിലായി. ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് മാറ്റാൻ ഇവർ ബന്ധുക്കളെ അങ്ങോട്ട് വിടുന്നു. അപ്പോൾ ഇവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തൊരു സംഘമുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഇനിയും ഇത്തരത്തിലുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർ പതുക്കെ പിൻവാങ്ങുമായിരിക്കും, അല്ലേ? അതെന്താണെന്ന് വെച്ചാൽ PFI നിരോധിച്ചതോടുകൂടി തന്നെ ഈ പണം വരവ് എന്ന് പറഞ്ഞ പരിപാടി അതിനുള്ളത് നിന്നു. 2, ഈ സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകിട്ടി, ബാങ്ക് അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചു. ഈ 10,000 പേരുടെ കേസിൽ തന്നെ എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ്, പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ 10,000 പേരുടെ NRI അക്കൗണ്ടുകളുടെ വിവരം ED NIAക്ക് കൊടുത്തല്ലോ, ആളുകൾ ആരാണെന്ന് അറിയാം. അപ്പൊ അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം അവർക്ക് ഈ ബാങ്ക് ട്രാൻസാക്ഷൻസ് തന്നെ പറ്റുന്നില്ല
ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അല്ലേ? സംഭവം ഉണ്ടല്ലോ. അതെ അതെ. ഇന്ത്യയിലെ ഒരു ബാങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കാരണം ഇത് മുഴുവൻ എല്ലാ ബാങ്കുകളെ അറിയിച്ചിരിക്കുമല്ലോ. അതെ അതെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളമാണെങ്കിൽ നിങ്ങളിപ്പോൾ 2000 രൂപ എവിടെന്നെങ്കിലും ലോൺ എടുത്ത് കൊടുത്തില്ലെങ്കിൽ തന്നെ നിങ്ങളെ മറ്റേ സിബിൽ റിപ്പോർട്ട് ചെയ്ത് സ്കോറൊക്കെ കുറയ്ക്കും. പിന്നെയാണ് ഈ ഭീകര കേസിൽപ്പെട്ടവൻ്റെയൊക്കെ അക്കൗണ്ട്. മാത്രമല്ല ഇവൻ ഇനി ജോലി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി അവൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖമാണെന്ന് പറഞ്ഞാൽ അയക്കാൻ ശ്രമിച്ചാൽ പോലും ഇത് തടയപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനത്തെ അക്കൗണ്ട് പരിപാടികളൊന്നും പറ്റില്ല അവർക്ക്. അപ്പോൾ സത്യത്തിൽ ഈ ജീവിതം സാധാരണഗതിയിൽ നയിക്കുന്ന പോലെ തന്നെ പറ്റില്ല. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയി ഈ GPay ഉപയോഗിക്കാൻ പറ്റില്ല. പെട്ടുപോയി അല്ലേ? GPay ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ല. അപ്പോൾ ഇയാളുടെ ബന്ധുക്കൾക്കടക്കം കുഴപ്പത്തിലേക്ക് ചാടാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറഞ്ഞ് വിശ്വസിക്കാം അല്ലേ? അതെ. 10,000 പേര് കുടുങ്ങി കിടക്കുകയാണ്. അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നുള്ള ഭയം കൊണ്ടാണ് അവർ അവിടെ നിന്ന് വേറെ രാജ്യങ്ങളിലേക്കൊക്കെ പോവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ഇവർക്ക് ഈ തീവ്ര താല്പര്യങ്ങളുണ്ടെങ്കിൽ ഇവർക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാകിസ്ഥാൻ താലിബാനൊക്കെ ഇല്ലേ, TTP, അൽ-ഖയ്ദ, അങ്ങനത്തെ സംഘടനകളിലൊക്കെ അംഗമായിട്ട് അവരുടെ ജീവിത ദൗത്യം നിർവഹിക്കാം എന്ന് കരുതാം. സ്വന്തം നാട്ടിലേക്ക് വരാൻ പറ്റത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.